ഹമാസിന് വീണ്ടും മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിൽ അധികാരത്തിൽ തുടരാൻ ശ്രമിച്ചാൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും. ഈജിപ്തിൽ ഇസ്രായേൽ ഗാസ സമാധാന ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആക്രമണം തുടരരുത് ഇസ്രായേലിനോടും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ദികളുടെ മോചനം വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവെക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിശദാംശങ്ങൾ. നിഖിൽ, ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ദിവസങ്ങളിലൂടെയും മണിക്കൂറുകളിലൂടെയുമാണ് കടന്നു പോകുന്നത് നിലവിലെ ഗാസ ഇസ്രായേൽ സംഭവ വികാസങ്ങൾ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയാണ്, അതായത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ട്രംപിന്റെ സംബന്ധിച്ച ഒരു ട്രൂത്ത് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ നീക്കങ്ങൾ, അതായത് ഗാസ യുദ്ധം, ഇസ്രായേൽ ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന ഒരു ട്രൂത്ത് പോസ്റ്റാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നത്, ഏതെങ്കിലും രീതിയിൽ ഈ നീക്കങ്ങളെ തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകും, അതിവേഗത്തിൽ കാര്യങ്ങൾ നടക്കുകയും വേണം, അല്ലെങ്കിൽ വലിയ ഒരു ചൊരിച്ചിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും കൃത്യമായൊരു മുന്നറിയിപ്പ് ഹമാസിന് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായി അദ്ദേഹം നൽകുന്നുണ്ടായിരുന്നു. ഏറ്റവും സുപ്രധാനമായ ഘടകം, ഇന്ന് ഈജിപ്തിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ, ഗാസയും അതുപോലെ തന്നെ ഹമാസിന്റെ നേതൃത്വവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നേതൃത്വത്തിലും ചർച്ചകൾ തുടരുകയാണ്. ഈജിപ്തിലെ കൈറോയിൽ ഇന്നാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറുമാണ് ഈ വിഷയത്തിൽ ഒരു ചർച്ചകൾക്ക് തയ്യാറായിരിക്കുന്നത്. ഇതിൽ ഖത്തറിന്റെ റോൾ എന്താണെന്ന് ഇതുവരെ കൃത്യമായിട്ടില്ല എങ്കിൽ കൂടി കൈറോയിൽ യോഗങ്ങൾ നടക്കും, ഇന്ന് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡോൺ ഡേമർ, അതായത് ഇസ്രായേൽ മന്ത്രിയും അതുപോലെ തന്നെ ഹമാസിന്റെ പ്രതിനിധിയും ഈജിപ്തിലെത്തി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളും സ്വതന്ത്രമായ സംവിധാനങ്ങളും അടിയന്തരമായി നീങ്ങുകയും കർശന നടപടികളിലേക്ക് നീങ്ങുകയും വേണം. ഈ സമാധാന പുനഃസ്ഥാപനം വൈകാതെ തന്നെ ഉണ്ടാകണമെന്ന കൃത്യമായ നിർദ്ദേശം ട്രംപ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ, അതായത് സുപ്രധാനമായ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ കൃത്യമായ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ശാശ്വത സമാധാനത്തിലേക്ക് ഗാസ ഇസ്രായേൽ സംഘർഷം നീങ്ങുന്നതിനുള്ള സാധ്യതയാണ് തുടരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ എന്തെങ്കിലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനും ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഹമാസിന്റെ സൈനിക മേധാവി, അല്ലെങ്കിൽ ഈ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുന്ന മേധാവി ഈ സമാധാന നീക്കത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കർശന നിർദ്ദേശം ട്രംപ് നൽകുകയും തുടർന്നാണ് സമാധാന ധാരണയ്ക്ക് തയ്യാറാണ് എന്ന ഒരു തീരുമാനത്തിൽ അവർ എത്തുകയും ചെയ്തത്. ബന്ദികളുടെ മോചനം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകണം എന്നൊരു കർശന നിലപാടാണ്. അധികം വൈകാതെ തന്നെ ബന്ദികളുടെ മോചനം നടക്കുമെന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണവും ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യവും ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അത് ഇന്നലെ തന്നെ സംഭവിക്കുകയും ഇന്ന് പുലർച്ചെയൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, അതിന് സൂചന, ഒരു സിഗ്നലായി, അല്ലെങ്കിൽ ഒരു കൃത്യമായ സൂചനയായി ഇസ്രായേലിന്റെ കസ്റ്റഡിയിലുള്ള യുദ്ധത്തടവുകാരെ, പാലസ്തീനികളായ യുദ്ധത്തടവുകാരെ കൂട്ടത്തോടെ വിട്ടയക്കുന്ന നീക്കത്തിന്റെ ആദ്യഘട്ടം ഇന്നലെ നടക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു സമാധാന സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചകൾ ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. ഈജിപ്തിലായിരിക്കും ചർച്ചകൾ നടത്തുക. ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെ, അല്ലെങ്കിൽ ഒരു ദിവസത്തിലൂടെയാണ് ഗാസ ഇസ്രായേൽ സംഘർഷ വിഷയം 2 വർഷമായി തുടരുന്ന, അതായത് ഈ ഒക്ടോബർ 7-ന് 2 വർഷം തികയുന്ന ആ സംഘർഷത്തിന് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആ നീക്കങ്ങളെ അട്ടിമറിക്കാനുള്ള നിലപാട് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ കടുത്ത നടപടി എന്ന മുന്നറിയിപ്പ് അന്തിമമായി ട്രംപ് നൽകുകയും ചെയ്തിരിക്കുന്നു.